വയനാട്ടിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ എന്നൂര് പൈതൃക ടൂറിസം പദ്ധതിയിൽ ആദിവാസികളെ തഴയുന്നതായി പരാതി ഉയരുന്നു. സിഇഒ തസ്തികയിലേക്ക് പണിയ വിഭാഗത്തിൽ നിന്നുള്ള MBA ബിരുദധാരി ഒഴിവാക്കി. പകരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് അവസരം നൽകുന്നതായിട്ടാണ് ആരോപണം ഉയരുന്നത്. റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ ആദിവാസി സംഘടന ഇന്ന് ഉപവാസ സമരം നടത്തും. വയനാട്ടിലെ പൈതൃക ടൂറിസം പദ്ധതിയായ എന്നൂരിൻ്റെ CEO നിയമനത്തിലാണ് വിവാദം. വയനാട് എന്ന പരിഗണന മറികടന്ന് ഇതര ജില്ലക്കാരന് അവസരം നൽകിയതായാണ് പരാതി. റാങ്ക് പട്ടികയിൽ വയനാട്ടിൽ നിന്നും പണി വിഭാഗത്തിൽ ഉൾപ്പെട്ടയാളെ രണ്ടാമതാക്കിയെന്നും രാഷ്ട്രീയ ഇടപെടൽ ഇതിനു പിന്നിലുണ്ടെന്നുമാണ് ആരോപണം. പദ്ധതിയിലെ നിയമനങ്ങളിൽ തദ്ദേശീയരും അതിപിന്നാക്കം നിൽക്കുന്നവരുമായ പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറുമ വിഭാഗങ്ങളോട് അവഗണന തുടരുകയാണെന്നും പരാതിയുണ്ട്. വയനാട് ജില്ലയുടെ ഭൂമിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തമായിട്ടും അറിയുന്ന ആളുകൾ നമ്മുടെ ഈ പറയുന്ന വയനാട് ജില്ലയിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. വയനാട് ജില്ലയിൽ തന്നെ MBA കഴിഞ്ഞിട്ടുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അഞ്ജു എന്ന് പറയുന്ന വ്യക്തിയും, ഈ രണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് റിക്രൂട്ടിംഗ് ഏജൻസിയായ CMDയും പിന്നെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സബ് കളക്ടറും താഴെ നാട്ടിൽ കിടക്കുന്ന ഒരാളെ ഇവിടെ കൊണ്ടുപോയിട്ട് പോസ്റ്റിംഗ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായൊരു ധാരണ ഇല്ലാതെ പോകുന്നതാണ് നമുക്ക് കാണുന്നത്. പാനലിൽ MBA യോഗ്യതയുള്ള 4 പേരിൽ 2 പേർ വയനാട്ടിൽ നിന്നുള്ളവരാണ്. ഇതിൽ ഒരാൾ പണി വിഭാഗത്തിൽ നിന്നുള്ളയാളും മറ്റൊരാൾ കുറിച്യ സമുദായാംഗവുമാണ്. അതിപിന്നാക്ക വിഭാഗം എന്ന നിലയിൽ പണി വിഭാഗത്തെ പരിഗണിക്കുന്നതിന് പകരം ഇതര ജില്ലക്കാരനെ പരിഗണിച്ചു എന്നാണ് പരാതി. വിഷയമുയർത്തി ഇന്ന് എന്നൂരിന് മുന്നിൽ കാട്ടുനായ്ക്ക, അടിയ, പണിയ, ഊരാളി, വേട്ടക്കുറുമൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം സംഘടിപ്പിക്കും. 24 വയനാട്.